ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും കഥാമണ്ഡപത്തിലേക്ക് വീണ്ടും സ്വാഗതം. ലോക സാഹിത്യത്തിലെ കൃതികളെ എഐയുടെ സഹായത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ ഓഡിയോ ബുക്കുകളായി അല്ലെങ്കിൽ വീഡിയോകളായി അവതരിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് കഥാമണ്ഡപത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിന് നിങ്ങളുടെ ഒരു സഹകരണം അത്യന്താപേക്ഷിതമാണ്. വേറൊന്നും ചെയ്യേണ്ട, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഒക്കെ നമുക്ക് വളരെയധികം ഊർജ്ജം നൽകും. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോസ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെന്നൊരു കമൻറ്റും ഇട്ട് കഴിഞ്ഞാൽ വളരെ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പറയാം. ലൗഡിലെ എൻ്റെ ആദ്യത്തെ പ്രഭാതം, ആ തണുപ്പ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അസ്ഥി തുളച്ചു കയറുന്ന തണുപ്പായിരുന്നു അത്. മുറിയുടെ വിടവുകളിലൂടെ കാറ്റ് ചൂളമടിച്ചു കയറി. പുതപ്പിനടിയിൽ പോലും ഞങ്ങൾ കിടന്ന് വിറച്ചു. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴോ, കഴുകാനായി വെച്ചിരുന്ന പാത്രങ്ങളിലെ വെള്ളം കട്ട പിടിച്ച ഐസായിരിക്കുന്നു. ആ തണുത്തുറഞ്ഞ വെള്ളം, അത് അവിടെ ഞങ്ങളെ കാത്തിരുന്ന ജീവിതത്തിൻ്റെ ഒരു സൂചന മാത്രമായിരുന്നു. അപ്പോ ആ തണുപ്പ് വെറുമൊരു പ്രഭാതത്തിൽ ഒതുങ്ങുന്ന ഒന്നായിരുന്നില്ല. അതായിരുന്നു ലോഡിലെ ജീവിതം തന്നെ. ഐസ് പോലെ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകണം. കഴിക്കാൻ കിട്ടുന്നതോ കരിഞ്ഞതും തീരെ കുറച്ചുമുള്ള കഞ്ഞി. ഓരോന്നും എന്റെ പുതിയ ജീവിതം എത്രത്തോളം കഠിനമായിരിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ വിശപ്പൊന്നും മാറിയില്ല. പക്ഷേ ആ സാഹചര്യത്തിൽ ആ കരിഞ്ഞ കഞ്ഞി പോലും എന്തോ വലിയൊരാശ്വാസമായി തോന്നിപ്പോയി. അതുവരെ ലോവുഡിലൊരു കാഴ്ചക്കാരിയായി നിന്ന ഞാൻ അന്നു മുതൽ അവിടുത്തെ ജീവിത നാടകത്തിലെ ഒരു കഥാപാത്രമായി മാറി. എന്നെ 4ാമത്തെ ക്ലാസ്സിലാണ് ചേർത്തത്. കൃത്യമായി പാഠങ്ങൾ, ജോലികൾ. മനപ്പാഠം പഠിച്ച് എനിക്ക് വലിയ ശീലമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ആ പാഠങ്ങളെല്ലാം എനിക്ക് വളരെ വലുതും ഭയങ്കര പ്രയാസവുമായിട്ടാണ് തോന്നിയത്. ഉച്ചകഴിഞ്ഞ് മിസ് സ്മിത്ത് എന്റെ കയ്യിൽ തുന്നാനായി ഒരു തുണിക്കഷ്ണം തന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ആശ്വാസം അതായിരുന്നു. അങ്ങനെ ഞാൻ ആ തുന്നൽ പണിയുമായൊരു മൂലയ്ക്കിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്റെ ശ്രദ്ധ അവളിലേക്ക് പോയത്. ഹെലൻ ബേൺസ്, അവളുടെ ടീച്ചർ മിസ് കാച്ചേർഡ്, അവളെ ഒരു പ്രത്യേക നോട്ടമിട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ടീച്ചറുടെ കണ്ണുകൾ എപ്പോഴും ഹെലന്റെ മേലായിരുന്നു. എന്തിനാണെന്നോ, നിരന്തരം ശകാരിക്കാൻ ഒരു കാരണം കണ്ടെത്താൻ വേണ്ടി മാത്രം. അപ്പോ മിസ് കാച്ചേർഡിന്റെ ആ നിരന്തരമായ കുറ്റപ്പെടുത്തലുകളുടെ തുടക്കം ഇങ്ങനെയായിരുന്നു: ബേൺസ്, നീ ചെരുപ്പിന്റെ വശത്താണല്ലോ നിൽക്കുന്നത്, കാൽവിരലുകൾ നേരെ വയ്ക്ക്. ഇത്ര നിസ്സാരമായ ഒരു കാര്യത്തിന് ഒരാളെ ഇങ്ങനെ വഴക്കു പറയുന്നത് കേട്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. അതുകൊണ്ടൊന്നും തീർന്നില്ല. ടീച്ചറുടെ കുറ്റപ്പെടുത്തലുകൾ പിന്നെയും വന്നു. ബേൺസ്, നിന്റെ താടി എന്തൊരു അഭംഗിയായിട്ട് തള്ളി നിൽക്കുന്നേ, അതുള്ളിലേക്ക് വലിക്ക്. ഹെലന് സഹിക്കേണ്ടി വന്ന ആ പരസ്യമായ അപമാനം, ആ ഒരു നിരന്തരമായ നോട്ടം, എനിക്കത് കണ്ടു നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. ചരിത്രപാഠമായിരുന്നു അത്. ടീച്ചർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഹെലൻ ഒരു തെറ്റും വരുത്താതെ ഉത്തരം പറഞ്ഞു. സ്വാഭാവികമായും ഞാനൊരു അഭിനന്ദന വാക്കാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. മിസ് കാച്ചേർഡ് അലറി, വൃത്തികെട്ട പെണ്ണെ, നീ ഇന്ന് രാവിലെ നഖം വൃത്തിയാക്കിയിട്ടില്ല. നോക്കണം, അവളുടെ കഴിവിനെ അംഗീകരിക്കുന്നതിന് പകരം അവളെ അപമാനിക്കാൻ അവർ വേറൊരു കാരണം കണ്ടുപിടിച്ചു. ഹെലൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യവും സങ്കടവും വന്നു. വെള്ളം തണുത്തുറഞ്ഞതുകൊണ്ടാണ് മുഖം കഴുകാനോ നഖം വൃത്തിയാക്കാനോ പറ്റാഞ്ഞതെന്ന് അവൾക്ക് ടീച്ചറോടൊന്ന് പറഞ്ഞൂടെ? എന്തുകൊണ്ടാണ് അവൾ മിണ്ടാതെ നിൽക്കുന്നത്? എന്റെ ഉള്ളിൽ ഈ ചോദ്യങ്ങൾ തികട്ടി വന്നു. അപ്പോഴാണ് ആ ക്രൂരമായ കൽപ്പന വന്നത്. മിസ് കാച്ചേർഡ് ഒരു കെട്ട് ചുള്ളിക്കമ്പുകൾ എടുത്തുകൊണ്ടുവരാൻ ഹെലനോട് പറഞ്ഞു. ആ മുറിയിലെ ഓരോ കുട്ടിക്കും അറിയാമായിരുന്നു അതിന്റെ അർത്ഥമെന്താണെന്ന്. വരാനിരിക്കുന്ന ക്രൂരമായ ശിക്ഷയുടെ തുടക്കമായിരുന്നു അത്. ആ ക്രൂരമായ ശിക്ഷ നടപ്പാക്കുന്നത് ഞാൻ കണ്ണു തുറന്ന് കണ്ടുനിന്നോ. ആദ്യം ഹെലൻ ആ ചുള്ളിക്കമ്പുകൾ ടീച്ചറുടെ കയ്യിൽ കൊടുത്തു. പിന്നെ ഒരു വാക്കുപോലും മിണ്ടാതെ, ഒരു പ്രതിഷേധവും കാണിക്കാതെ അവൾ തന്റെ മേൽവസ്ത്രം അഴിച്ചു. അവസാനം ടീച്ചർ ആ ചുള്ളിക്കമ്പുകൾ കൊണ്ട് അവളുടെ കഴുത്തിൽ ആഞ്ഞു പതിക്കുന്നതുപോലെ 12 തവണ അടിച്ചു. പക്ഷേ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് അതൊന്നുമായിരുന്നില്ല. ആ അടികൊള്ളുമ്പോഴൊന്നും ഹെലന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പോലും വന്നില്ല. അവളുടെ ആ വിഷാദം നിറഞ്ഞ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഞാൻ കണ്ടില്ല. അവൾ ആ വേദന മുഴുവൻ ഉള്ളിലൊതുക്കി നിശബ്ദമായി സഹിക്കുകയായിരുന്നു. ഹെലന്റെ ആ സംയമനം കണ്ടപ്പോൾ എനിക്ക് എന്നെത്തന്നെ നിയന്ത്രിക്കാനായില്ല. എന്റെ വിരലുകൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. നിഷ്ഫലവും നിസ്സഹായവുമായ ദേഷ്യം. ആ കാഴ്ച എന്നിൽ അടക്കാനാവാത്ത ഒരു രോഷം തന്നെ നിറച്ചു. ശിക്ഷയെല്ലാം കഴിഞ്ഞ് അവൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഞാനൊരു ചെറിയ കാര്യം ശ്രദ്ധിച്ചു. അവളുടെ മെലിഞ്ഞ കവിളിലൂടെ ഒരൊറ്റ കണ്ണുനീർത്തുള്ളി ഒഴുകിയിറങ്ങി തിളങ്ങുന്നുണ്ടായിരുന്നു. അവളുടെ ആ ഉരുക്കുകോട്ടയിലും ഒരു ചെറിയ വിള്ളൽ വീണിരുന്നു. വൈകുന്നേരത്തെ കളിസമയമായപ്പോൾ എന്റെ മനസ്സിൽ മുഴുവൻ ഹെലനായിരുന്നു.
എനിക്ക് അവളോട് സംസാരിക്കണമായിരുന്നു. അവൾ അനുഭവിച്ച ആ വേദനയെ എങ്ങനെയാണ് അവൾക്ക് ഇത്ര ശാന്തമായി നേരിടാൻ കഴിയുന്നതെന്ന് എനിക്ക് ചോദിച്ചറിയണമായിരുന്നു. ഞാൻ അവളെ എല്ലായിടത്തും അന്വേഷിച്ചു. ഒടുവിൽ തീയുടെ അരികിലിരുന്ന് ഒരു പുസ്തകം വായിക്കുന്ന അവളെ ഞാൻ കണ്ടെത്തി. ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. പതിയെ സംസാരിക്കാൻ തുടങ്ങി. അവളുടെ പേര് ഹെലൻ എന്നാണെന്ന് അപ്പോഴാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത്. ഞാൻ അവളോട് ചോദിച്ചു, നിനക്ക് ഈ ലോവിഡ് വിട്ടു പോകാൻ തോന്നുന്നില്ലേ എന്ന്. പക്ഷെ അവളുടെ മറുപടി കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. വിദ്യാഭ്യാസം നേടാനാണ് അവളിവിടെ വന്നതും അത് പൂർത്തിയാക്കാതെ മടങ്ങിയില്ലെന്നുമായിരുന്നു അവളുടെ മറുപടി. മിസ് കാച്ചറിനെ ക്രൂരതയെപ്പറ്റി ചോദിച്ചപ്പോൾ പോലും അവർ കർക്കശക്കാരിയാണെന്നും തന്റെ തെറ്റുകളാണ് അവർക്ക് ഇഷ്ടമില്ലാത്തതെന്നും അവൾ വളരെ ശാന്തമായി പറഞ്ഞു. അവൾക്ക് കിട്ടുന്ന ഈ മോശം പെരുമാറ്റത്തേക്ക് ഇത്ര ശാന്തമായി സ്വീകരിക്കുന്നത് എനിക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇത് ഞങ്ങൾക്കിടയിൽ ഒരു ചെറിയ സംവാദത്തിന് തന്നെ വഴിവെച്ചു. സഹനത്തെക്കുറിച്ചുള്ള 2 വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ അവിടെ ഏറ്റുമുട്ടുകയായിരുന്നു. അപ്പോ ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസത്തിന്റെ പ്രധാന കാരണം ഇതായിരുന്നു. എന്റെ വിശ്വാസം, ഒരു കാരണവുമില്ലാതെ നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവരെ അതിലും ശക്തിയായി തിരിച്ചടിക്കണമെന്നായിരുന്നു, അവർക്കൊരു പാഠമാവുന്ന രീതിയിൽ. എന്നാൽ ഹെലന്റെ വിശ്വാസം നേരെ തിരിച്ചായിരുന്നു. തിന്മയ്ക്ക് നന്മ തിരികെ നൽകാനാണ് ബൈബിള് പറയുന്നത്. വെറുപ്പിനെ കീഴടയ്ക്കാൻ അക്രമത്തിനല്ല, സ്നേഹത്തിനാണ് കഴിയുകയെന്നും അവൾ എന്നോട് തറപ്പിച്ചു പറഞ്ഞു. തന്റെ വിശ്വാസത്തിന് തെളിവായി അവൾ ബൈബിളിലെ ഒരു വാക്യം എന്നോട് പറഞ്ഞു: നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. എനിക്കത് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. ശത്രുക്കളെ സ്നേഹിക്കുകയോ നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് നന്മ ചെയ്യുകയോ, അതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനും അപ്പുറമായിരുന്നു. ഞാൻ ആ തത്വം എന്റെ സ്വന്തം അനുഭവങ്ങളുമായി ചേർത്ത് നോക്കി. അവൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ഞാൻ മിസസ് റീഡിനെ സ്നേഹിക്കണം, അവരുടെ മകൻ ജോണിനെ അനുഗ്രഹിക്കണം. എനിക്കുറപ്പായിരുന്നു അതൊരിക്കലും നടക്കാത്ത കാര്യമാണെന്ന്. ഞാൻ അനുഭവിച്ച അനീതികളുമായി അവളുടെ ആ വലിയ വാക്കുകൾക്ക് ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോ ഹെലൻ അവളുടെ വിശ്വാസത്തെക്കുറിച്ച് ഒന്നുകൂടി വിശദീകരിച്ചു. അവൾ പറഞ്ഞത്, നമ്മൾ കുറ്റവാളിയെയും കുറ്റത്തെയും വേർതിരിച്ച് കാണണമെന്നാണ്. കുറ്റത്തെ വെറുക്കുമ്പോഴും കുറ്റവാളിയോട് ആത്മാർത്ഥമായി ക്ഷമിക്കുക. ഈ ലോകത്തിലെ അനീതികൾക്കപ്പുറം ഒരു അന്തിമമായ ലക്ഷ്യത്തിൽ വിശ്വസിച്ച് ശാന്തമായി ജീവിക്കുക. ഈയൊരു വിശ്വാസമാണ് അവളെ എല്ലാറ്റിനും മുകളിൽ പിടിച്ചു നിർത്തുന്നതെന്ന് എനിക്ക് പതിയെ മനസ്സിലായി തുടങ്ങി. ഞങ്ങളുടെ ആ സംഭാഷണം അവസാനിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങളായിരുന്നു. ഒരുപക്ഷെ അവൾ പറഞ്ഞതാവാം ശരി, ഞാൻ ചിന്തിക്കുന്നതാവാം തെറ്റ് എന്നൊരു തോന്നൽ എന്റെ ഉള്ളിൽ വന്നു. അവളുടെ വാക്കുകളിൽ എന്തോ ഒരു വലിയ സത്യമുണ്ടെന്ന് എന്റെ ഹൃദയം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവളുടെ ആ ക്ഷമയുടെയും സഹനത്തിന്റെയും തത്വം പൂർണ്ണമായി ഉൾക്കൊള്ളാനോ എന്റെ ജീവിതത്തിൽ അംഗീകരിക്കാനോ എനിക്കപ്പോഴും കഴിഞ്ഞിരുന്നില്ല.